Hello friends, ചെടികളെ പൂക്കളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും പ്ലാന്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷത്തോടു കൂടി ചെയ്യുന്നൊരു വീഡിയോ ആണ്. പ്രത്യേകിച്ച് ഫ്ലവർ ഉള്ള പ്ലാന്റ്സ് ഒക്കെ സെയിലിനായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇത്രയും പൂക്കളൊക്കെ കണ്ടിങ്ങനെ നമുക്ക് ആ ഒരു സെയിലിൻ്റെ വീഡിയോ പറയാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നമുക്ക് ഡെൻഡ്രോബിയൊക്കെ മിക്കവാറും നമുക്ക് മെച്യൂർഡ് പ്ലാന്റ്സ് ഒക്കെ വിത്തൗട്ട് ഫ്ലവർ ആണ്, അതായത് മെച്യൂർഡ് പ്ലാന്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അതേപോലെ ഫെലനോപ്സിസ് ആണ് നമുക്ക് കൂടുതൽ വിത്ത് ഫ്ലവർ ആയിട്ട് സെയിൽ ചെയ്യാൻ വേണ്ടി കിട്ടുക. അപ്പോൾ നമുക്ക് സെയിൽ ചെയ്യാൻ വേണ്ടി കിട്ടുക പറയുമ്പോൾ അത്രയും പ്ലാന്റ്സ് വിത്ത് ഫ്ലവർ ആയിട്ട് നമുക്ക് ഒരുമിച്ച് കാണാനുള്ള ഒരു ഭാഗ്യം കൂടെ കിട്ടുന്നൊരു സമയമാണ് കേട്ടോ. അപ്പോൾ ബഡൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. നമുക്ക് ഈ റഫറൻസ് പിക്ക് തരുന്ന ഫ്ലവർ തന്നെയാണോ വിരിയുന്നതെന്നൊക്കെ. അപ്പോൾ നല്ല സന്തോഷമുണ്ട്. ഇത്തവണ നമ്മൾ സെയിൽ വീഡിയോ ഇടുന്ന നേരത്ത് നമുക്ക് റഫറൻസ് പിക്ക് കിട്ടിയ ഫോട്ടോനേക്കാളും അതിമനോഹരമായ പൂക്കളാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കാണുന്ന ഫ്ലവേഴ്സാണ് നമുക്ക് വിത്ത് ഫ്ലവറായിട്ട് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു വെറൈറ്റി, ഇപ്പോൾ കാണുന്ന ഈ ഒരു വെറൈറ്റി നമുക്ക് ഫ്ലവർ ഉണ്ടാവില്ല കേട്ടോ. ആ ഒരു ബ്ലാക്കിഷ് ഓറഞ്ചൊക്കെ വരുന്ന പോലത്തെയൊക്കെയുള്ള കളർ. ബാക്കി എല്ലാ വെറൈറ്റിയും നമുക്ക് വിത്ത് ഫ്ലവറായിട്ടാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് വെറൈറ്റി ഫെലനോപ്സിസ് എന്ന് നമ്മൾ കോമൺ ആയിട്ട് പറയുമെങ്കിലും ഫെലനോപ്സിസിൽ തന്നെ പല വകഭേദങ്ങളുണ്ട്. പൂക്കൾ നമ്മൾ ഫെലനോപ്സിസ് കോമൺ ആയിട്ട് പറയുമെങ്കിലും ഈ ഫ്ലവേഴ്സ് തന്നെ ഒരു സ്പൈക്ക് വന്നിട്ട് അതിൽ അകലെ പൂക്കൾ നിൽക്കുന്നുണ്ട്, ഭയങ്കര അടുത്ത് നിൽക്കുന്നുണ്ട്, കുഞ്ഞ് പൂക്കൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇത്തവണത്തെ നമുക്ക് സ്റ്റോക്കിലുള്ളതെല്ലാം തന്നെ ഭയങ്കര അടുത്ത് ഇങ്ങനെ തിക്കായിട്ട് ഫ്ലവേഴ്സ് നിൽക്കുന്ന വെറൈറ്റീസാണ് കേട്ടോ. ചില കളേഴ്സൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകും. ഈ ഒരു കളറൊക്കെ എനിക്ക് എത്ര കണ്ടാലും എൻ്റെ കളക്ഷനിൽ തന്നെ എനിക്ക് തോന്നുന്നു ഓരോ പ്രാവശ്യം സ്റ്റോക്ക് വരുമ്പോഴും ഇങ്ങനെ നമ്മളെ കളക്ഷനിലേക്ക് മാറ്റി വെച്ചിട്ട് ഒരു 4-5 ഫ്ലവേഴ്സ് ആ ഒരു സെയിം കളറിലുണ്ടാവും കേട്ടോ. അതേപോലെ തന്നെ ഇതും നല്ലൊരു ഭംഗിയുള്ള വെറൈറ്റിയാണ്. അത്രയും അടുക്കായിട്ടാണ് അതിൻ്റെ പൂക്കൾ നിൽക്കുന്നത്. നമുക്ക് 625 പ്ലസ് കൊറിയർ ചാർജ് ആണ് കേട്ടോ ഒരു ഫെലനോപ്സിസിന് വിത്ത് ഫ്ലവറായിട്ട് റേറ്റ് വരുന്നത്. ഈ ഒരു സൈസാണ് മിക്കവാറും നമ്മുടെ എല്ലാ പ്ലാന്റുകളും. ഭയങ്കര ജൈജാൻറ്റിക് സൈസുള്ള പ്ലാന്റുകളല്ല, ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു സൈസുള്ള പ്ലാന്റുകളാണ്. എന്നാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. സ്പാഗ്നം മോസിലാണ് പ്ലാന്റിൻ്റെ പോട്ടിംഗ് മിക്സ് വരുന്നത്. ഇപ്പോൾ പ്ലാന്റ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ മോസൊക്കെ മാറ്റിയിട്ട് നമ്മൾ ചാർക്കോളിലേക്ക് പോട്ട് ചെയ്യാണ്. പ്ലാന്റിൻ്റെ ലോങ് ലൈഫിനും ഹെൽത്തി ആയിട്ട് നിൽക്കാനൊക്കെ നല്ലത്. ഈ ഒരു കളറൊക്കെ നമുക്ക് ആദ്യമായിട്ടാണ് കേട്ടോ സ്റ്റോക്കിലേക്ക് വരുന്നത്. പക്ഷേ നമുക്ക് ബഡായിട്ടുള്ള പ്ലാന്റ്സ് ഇല്ല. ബഡില്ലെങ്കിൽ പോലും നമ്മൾ ആ ഒരു വെറൈറ്റി ബഡില്ലാത്ത പ്ലാന്റും സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അത്രയും നമുക്ക് എൻക്വയറീസ് വന്നിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. പിന്നെ ഓർഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്ലാന്റിൻ്റെ ഫോട്ടോസ് അയച്ചു തരാൻ ബുദ്ധിമുട്ടാണ്. പല വീഡിയോസിലും നമ്മൾ പറയുന്നുണ്ട് പാക്കിങ്ങിന് മുൻപായിട്ട് നമ്മൾ ഏത് പ്ലാന്റാണോ അയക്കുന്നത് അതിൻ്റെ എക്സാക്ട് ഫോട്ടോ നമ്മൾ കസ്റ്റമർക്ക് കാണിച്ചതിന് ശേഷമേ പാക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഒരു വെറൈറ്റിയൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ. എൻ്റെ കയ്യിലില്ലാത്തൊരു വെറൈറ്റിയാണ്. നമ്മുടെ പേഴ്സണൽ കളക്ഷനിലേക്ക് ഈ ഒരു വെറൈറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. അതേപോലെ പിങ്കുകൾ ഒരുപാടുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നല്ല വെൽവെറ്റ് പോലെയുള്ള ഒരു പിങ്കാണ് കേട്ടോ ഇത്. നല്ല ഭംഗിയുള്ള കളറാണ്. അപ്പോൾ ഇതും ഞാൻ എൻ്റെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ ഈ ഫ്ലവേഴ്സൊക്കെയാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. വേണ്ടവർ വേഗം നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്തോളൂ. മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ബൈ.